2024 ജൂലൈ 8 തിങ്കൾ. ഇന്ന് 1199 മിഥുനം 24. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ആയുഷ്മാൻ ഭാരത് പരിരക്ഷയും പ്രായപരിധിയും കൂട്ടുന്നു. പരിരക്ഷ 5 ലക്ഷത്തിൽ നിന്ന് 10 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും പദ്ധതിയുടെ ഭാഗമാകും. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിൻ്റെ പരിരക്ഷ 5 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷമാക്കി ഉയർത്തിയേക്കും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ചർച്ചകളും സജീവമാണ്. അനുമതി ലഭിച്ചാൽ 23-ന് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും. പദ്ധതിയിൽ അംഗങ്ങളായ നിർധന കുടുംബത്തിലുള്ളവർക്കാണ് നിലവിൽ പ്രായപരിധി ഇല്ലാതെ സൗജന്യ ചികിത്സ ലഭിക്കുക. അതാണ് ഇനി വരുമാന പരിധി നോക്കാതെ 70-ന് മുകളിലുള്ള എല്ലാവർക്കുമായി നൽകാൻ ആലോചിക്കുന്നത്. ഇതിനായി 2 മാതൃകകളാണ് ദേശീയ ആരോഗ്യ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഇവരെയും ഉൾപ്പെടുത്തുന്നതാണ് ആദ്യത്തേത്. വയോധികരെ മാത്രം ഉൾപ്പെടുത്തിയുള്ളത് രണ്ടാമത്തേത്. വയോജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാവുന്ന ചികിത്സകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരിധി വെച്ചേക്കുമെന്നും സൂചനയുണ്ട്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം അടുത്ത 3 വർഷം കൊണ്ട് ഇരട്ടിയാക്കുകയാണ് കേന്ദ്ര ലക്ഷ്യം. 12,076 കോടി രൂപ സർക്കാർ ഇതിനായി അധികം കണ്ടെത്തേണ്ടി വരുമെന്നാണ് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കണക്ക്. നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രക്ഷോഭം. ബന്ദിമോചനത്തിന് ഹമാസുമായി കരാർ ഉണ്ടാക്കണമെന്ന് പ്രക്ഷോഭകർ. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാർ ഉണ്ടാക്കണമെന്ന ആവശ്യമുയർത്തി ഇന്നലെ ടെൽ അവീവ് അടക്കം ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി. പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയിരുന്നു. രാജ്യമെങ്ങും രാവിലെ 6:29 പ്രതിഷേധം ആരംഭിച്ചത്. 9 മാസം മുൻപ് ഒക്ടോബർ 7 ഹമാസ് തെക്കൻ ഇസ്രായേലിൽ കടന്നാക്രമണം നടത്തിയ സമയം സൂചിപ്പിച്ചായിരുന്നു ഇത്. ടെൽ അവീവ് ജെറുസലേം പ്രധാന റോഡ് ഉപരോധിച്ച് റോഡിൽ ടയറുകൾ കത്തിച്ചു. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രാജിവെക്കണമെന്നും മുദ്രാവാക്യമുയർന്നു. ഇസ്രായേലുകാരായ 120 ബന്ദികളാണ് ഗാസയിലുള്ളത്. US തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതിയുടെ പ്രാരംഭ ചർച്ച കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്നിരുന്നു. തുടർ ചർച്ച ഈ ആഴ്ച കൈറോയിൽ നടക്കും. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് ഇഹാം അൽ ഹുസൈൻ കൊല്ലപ്പെട്ടു. ഗാസ സർക്കാരിൽ തൊഴിൽ ഉപമന്ത്രിയായിരുന്നു അദ്ദേഹം. ഗാസ സിറ്റിയിൽ 2 ബോംബാക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഇതുവരെ ഗാസയിൽ 38,153 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 87,828 പേർക്ക് പരിക്കേറ്റു. കാശ്മീരിൽ 6 ഭീകരരെ വധിച്ചു. 2 സൈനികർക്ക് വീരമൃത്യു. തിരച്ചിൽ തുടർന്ന് സുരക്ഷാ സേന. കാശ്മീരിലെ കുൽഗം ജില്ലയിൽ 2 നടന്ന ഏറ്റുമുട്ടലുകളിൽ സുരക്ഷാ സൈന്യം വധിച്ച ഭീകരരുടെ എണ്ണം 6 ശനിയാഴ്ച മോദർഗാമിൽ 2 ഭീകരരെയും ഇന്നലെ ചിന്നിഗാമിൽ 4 പേരെയുമാണ് വധിച്ചത്. 2 സൈനികർ വീരമൃത്യു വരിച്ചു. കൊല്ലപ്പെട്ട ഭീകരരിൽ ഹിസ്ബുൾ മുജാഹുദ്ദീൻ ഡിവിഷണൽ കമാൻഡർ ഫാറൂഖ് അഹമ്മദ് ഭട്ട് ഉൾപ്പെടുന്നതായാണ് വിവരം. കൂടുതൽ പേർ ഒളിച്ചിരിപ്പുണ്ടെന്ന സൂചനയെ തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിച്ചു. കാശ്മീരിൽ നിന്ന് ഭീകരരെ തുടച്ചു നീക്കുന്ന പ്രക്രിയയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് DGP RS സ്വൈൻ പറഞ്ഞു. മഹാരാഷ്ട്ര അകോല സ്വദേശിയും പാരാ കമാൻഡറുമായ പ്രവീൺ ജൻജൽ പ്രഭാകർ, ഹരിയാനയിലെ ജിന്ദ് ജില്ലയിലെ നർവാന സ്വദേശി പ്രദീപ് കുമാർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ഭീകരർ ഗ്രനേഡും യന്ത്രത്തോക്കുകളും ഉപയോഗിച്ച് സൈനികരെ ആക്രമിക്കുകയായിരുന്നു. അതേസമയം ജമ്മുവിലെ രജൌറിയിൽ ഗലോത്തി ഗ്രാമത്തിൽ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേറ്റു. ഭീകരരെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക മൊഴികളും തെളിവുകളുമില്ലാതെ. അനുബന്ധത്തിലുള്ളത് സെറ്റുകളിലെ ദുരനുഭവം സംബന്ധിച്ച മൊഴികൾ. മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് K ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടുമ്പോൾ നടിമാരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെ നൽകിയ മൊഴികൾ പൂർണ്ണമായും നീക്കും. സിനിമാ സെറ്റുകളിലും മറ്റു സ്ഥലങ്ങളിലുമുണ്ടായ ദുരനുഭവങ്ങളാണ് മൊഴികളിൽ ഭൂരിഭാഗവും. ഇവ അനുബന്ധമായാണ് റിപ്പോർട്ടിലുള്ളത്. ഫോട്ടോകളും മറ്റും ഉൾപ്പെടെ ഒട്ടേറെ തെളിവുകളും രേഖകളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടെന്നാണ് വിവരം. സ്വകാര്യത ലംഘിക്കാതെ വിവരങ്ങൾ നൽകാനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A അബ്ദുൽ ഹക്കീമിൻ്റെ ഉത്തരവ്.
മുദ്രവെച്ച കവറിൽ കമ്മീഷന് സാംസ്കാരിക വകുപ്പ് കൈമാറിയ റിപ്പോർട്ടിൽ അനുബന്ധം ഉൾപ്പെടുത്തിയിരുന്നില്ല. ബാക്കി 295 പേജുകളാണ് കൈമാറിയതെന്ന് കമ്മീഷന്റെ ഉത്തരവിലുണ്ട്. വിവിധ അധ്യായങ്ങളായി തിരിച്ച റിപ്പോർട്ടിൽ മൊഴികളും മറ്റും വീണ്ടും എടുത്തു പറയുന്നതിനാൽ അവയും നീക്കും. ചില പേജുകളും ഖണ്ഡികകളും നീക്കാൻ കമ്മീഷൻ തന്നെ ഉത്തരവിൽ നിർദ്ദേശിച്ചത് ഈ സാഹചര്യത്തിലാണ്. സാംസ്കാരിക വകുപ്പ് നീക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പീലും പരാതിയും നൽകിയ 5 പേരെയും നോട്ടീസ് മുഖേന അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട്. രാജ്യത്ത് തൊഴിലവസരം കുറയുന്നു. റിപ്പോർട്ട് 1.2 കോടി തൊഴിലവസരങ്ങൾ വേണ്ടിടത്ത് 80 മുതൽ 90 ലക്ഷം വരെ മാത്രം. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ 7% വളർച്ച തുടർന്നാലും മതിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രയാസപ്പെടുമെന്ന് US ബാങ്കായ സിറ്റി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ക്രിയാത്മക ഇടപെടലുകൾ വേണ്ടിവരുമെന്ന് സിറ്റി ഗ്രൂപ്പിലെ സാമ്പത്തിക വിദഗ്ധരായ സിമ്രാൻ ചക്രവർത്തി, ബക്വർ സൈദി എന്നിവർ ചേർന്നെഴുതിയ റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത ദശകത്തിൽ പ്രതിവർഷം 1.2 കോടി തൊഴിലവസരങ്ങൾ വീതം സൃഷ്ടിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ പ്രതിവർഷം 80 മുതൽ 90 ലക്ഷം വരെ തൊഴിലവസരങ്ങൾ മാത്രമേ രാജ്യത്തുണ്ടാകാൻ സാധ്യതയുള്ളൂ. രാജ്യത്തെ GDPയുടെ 20% മാത്രമാണ് കൃഷി മേഖലയിൽ നിന്നുള്ളതെങ്കിലും 46% പേരും ഈ രംഗത്താണ് ജോലി ചെയ്യുന്നത്. 2023 കണക്ക് പ്രകാരം നിർമ്മാണ മേഖല 11.4% തൊഴിലവസരങ്ങൾ നൽകുന്നു. നിശ്ചിത തൊഴിൽ സമയവും വേതന വ്യവസ്ഥയും ലഭ്യമാക്കുന്ന മേഖലയിൽ അവസരങ്ങൾ ഗണ്യമായി വർദ്ധിക്കുന്നില്ലെന്നു മാത്രമല്ല, കോവിഡിന് മുൻപുള്ളതിനേക്കാൾ കുറയുകയും ചെയ്തു. 2023 25.7% ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ. ഇത് 18 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ശതമാനമാണ്. സ്റ്റീൽ കോംപ്ലക്സ് ഹർജി ഇന്ന് കോടതിയിൽ. സ്റ്റീൽ കോംപ്ലക്സിൽ പ്രവേശിക്കുന്നത് തടയുന്നതിൽ നിന്ന് തൊഴിലാളികളെ വിലക്കണമെന്നും അകത്ത് കിടക്കാൻ പോലീസ് സംരക്ഷണം നൽകണമെന്നും വ്യക്തമാക്കി കമ്പനി അധികൃതർ നൽകിയ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ആദ്യം കമ്പനിക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി പിന്നീട് സ്റ്റീൽ കോംപ്ലക്സിനകത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് കമ്പനിയെ വിലക്കിയിരുന്നു. സ്റ്റീൽ കോംപ്ലക്സ് സംരക്ഷിക്കണമെന്ന് പോലീസിന് നിർദ്ദേശവും നൽകി. ഈ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ഓക്സിജൻ സിലിണ്ടർ അപകടം, പരിക്കേറ്റ 2 പേർ ചികിത്സയിൽ. സിലിണ്ടറിൽ നിന്ന് രോഗിക്ക് ഓക്സിജൻ പകർന്നു നൽകാൻ സജ്ജീകരിക്കുന്നതിനിടയിൽ ഫ്ലോമീറ്റർ മുഖത്തേക്ക് തെറിച്ച് പരിക്കേറ്റ 2 പേരെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 2 വീടുകളിൽ കിടപ്പ് രോഗികൾക്ക് ഓക്സിജൻ പകർന്നു നൽകാൻ സൗകര്യമൊരുക്കുന്ന അവസരത്തിലാണ് അപകടം. കോഴിക്കോട്ടെ നഴ്സും മലപ്പുറത്തെ വീട്ടമ്മയുമാണ് അപകടത്തിനിരയായത്. പരിക്ക് ഗുരുതരമല്ല. സിലിണ്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓക്സിജൻ ഓരോ രോഗിക്കും ആവശ്യമായ അളവിൽ നൽകാനായി സിലിണ്ടറിന് മുകളിൽ ഫ്ലോമീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. സിലിണ്ടർ തുറക്കുന്നതിന് മുൻപ് ഫ്ലോമീറ്ററിൻ്റെ വാൽവ് അടച്ചിരിക്കണം. വാൽവ് അടയ്ക്കാതെ സിലിണ്ടർ തുറന്നാൽ അതിശക്തമായി വരുന്ന ഓക്സിജൻ ഫ്ലോമീറ്റർ തകർത്ത് ഇത് ചെയ്യുന്ന വ്യക്തിയുടെ മുഖത്ത് വന്നടിക്കും. അതാണ് കണ്ണിനും മറ്റും സാരമായ പരിക്കേൽക്കാൻ കാരണം. ഫ്ലോമീറ്റർ 3 ഭാഗങ്ങളായാണ് വരുന്നത്. സിലിണ്ടറിന് മുകളിൽ ഇത് ഘടിപ്പിക്കും മുൻപ് സാങ്കേതിക തകരാറൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇത് 2 തവണ പരിശോധിച്ച് ഉറപ്പിക്കുന്നതാണ് ഉചിതം. ഹരിതഭവനം പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പും ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് ഹരിതഭവനം പദ്ധതി നടപ്പിലാക്കുന്നു. ജില്ലയിലെ സ്കൂളുകളും മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകളും മാലിന്യമുക്തമാക്കുന്ന പദ്ധതിയാണ് ഇത്. ഇതിൻ്റെ ഭാഗമായി സ്കൂളുകളിലും വീടുകളിലും 3 തരം പെട്ടികൾ സ്ഥാപിക്കും. ഒന്നിൽ പ്ലാസ്റ്റിക്, രണ്ടാമത്തതിൽ ചെരുപ്പ്, ബാഗ്, തെർമോകൾ എന്നിവയും മൂന്നാമത്തതിൽ ചില്ലുകളും ശേഖരിച്ച് നിശ്ചിത ഇടവേളകളിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും. പദ്ധതിയുടെ നടത്തിപ്പിനായി കോഴിക്കോട്, താമരശ്ശേരി, വടകര വിദ്യാഭ്യാസ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഹൈസ്കൂൾ അധ്യാപകർക്കും 17 ഉപജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രൈമറി അധ്യാപകർക്കും പരിശീലനങ്ങൾ നൽകും. പരിശീലനം നേടിയ അധ്യാപകർ മറ്റ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും. സ്ഥാപിച്ച പെട്ടികളുടെയും ഹരിതകർമ്മസേനകൾക്ക് മാലിന്യം കൈമാറിയതിൻ്റെ രസീതുകളുടെയും ഫോട്ടോകൾ നിശ്ചിത സമയങ്ങളിൽ സമർപ്പിക്കണം. DLED അപേക്ഷ ക്ഷണിച്ചു. 2024-26 അധ്യയന വർഷം ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അതായത് DLED ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 18. ആങ്കർ നിയമനം. പുതുപ്പാടി, ചെറുവണ്ണൂർ, മരുതോങ്കര, നന്മണ്ട, മാവൂർ, എടച്ചേരി CDSകൾക്ക് കീഴിൽ കുടുംബശ്രീ ആരംഭിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകൾക്ക് IFC ആങ്കർമാരെ നിയമിക്കുന്നു. അപേക്ഷകൾ 15 മുൻപ് അതത് CDS ഓഫീസുകളിൽ സമർപ്പിക്കണം. ശുഭദിനം. നന്ദി.